പെരുന്നാളൊക്കെ കഴിഞ്ഞോ? സമയവും വൈകി. അതൊക്കെ വന്നുണ്ടല്ലോ എന്ന് ചോദിച്ചോ. ചേട്ടാ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടാ. നേരെ പോയിട്ട് താഴേക്ക് ഇറങ്ങിയാൽ കാണാൻ ശരി പറ്റും. ശരി. ചേട്ടന് ആദ്യമായിട്ടാണോ വരുന്നത്? ഞാന് ഇവിടെ ആദ്യമായിട്ടാ വന്നെ. ചേട്ടൻ ഇവരുടെ ഏത് ബന്ധത്തിൽപ്പെട്ട? ഞാന് ചെറുക്കന്റെ ഒരു ബന്ധത്തിലുള്ള. ചേട്ടൻ ഇവിടുത്തെ ഈ ചേട്ടന്റെ കൂട്ടുകാരനാണോ? 1ാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചതേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അവനെ വിളിച്ചില്ലേലും ഞാൻ വരുമല്ലോ. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി. കാറേ വന്നോണ്ടേ ട്രാഫിക്കായിരുന്നു. അതുകൊണ്ട് കാറപ്പുറം അങ്ങോട്ട് ഇട്ട് നടക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കുറിച്ച് ചൈത്യസംഘം ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാനുള്ള സമയം ചിലപ്പോ അവന് കിട്ടിക്കാണില്ല. പറയാൻ പോയി ഒത്തിരി പറയാനുണ്ടേ. ഞാൻ പിന്നെ ലണ്ടനിലേക്കായിരുന്നു. ഇന്നലെ ഇച്ചിരി മുമ്പ് ബസ്സിന് വന്നാ, പ്ലെയിന് വന്നു. ഞാൻ സുഹൃത്തിനെ ഒന്ന് കണ്ടിട്ട് വരാം. കയറിയിരുന്നോ നീങ്ങിരുന്നോ? ഞാൻ അറ്റത്തിരുന്നോളാം, അത് എളുപ്പം. ഇരുന്നോ. ചോറിട്ടു കുറെ കൂടി ഇട്ടു. ബിരിയാണി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ചോറും കറിയായത് കുഴപ്പമില്ല. കല്യാണത്തിന് വന്നെന്ന് അവൻ ഒരേ നിർബന്ധമായിരുന്നു. കല്യാണം? ചേട്ടാ, ഇവിടെ കല്യാണം? അതിനിവിടെ മാമോദീസ ചടങ്ങാ നടക്കുന്നേ. കണ്ടോടാ, ഇത് അപ്പഴേ ഉടായിപ്പാന്ന് എനിക്കറിയായിരുന്നു. ഉടായിപ്പ തന്നെ. അത് തന്നെ, അത്രേ ഉള്ളൂ. മക്കളെ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മാമന്റെ വക മുട്ടായി മേടിക്കാൻ ഒരു 10 രൂപ ഇരിക്കട്ടെ. 10 രൂപയോ? കീറി പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. എന്തി പായസം കിട്ടിയില്ലോ. ഒരു ഗ്ലാസ് പോയി ചോദിച്ചാലോ? ചേട്ടാ ഇതുവരെ പോയില്ലേ? ഈ പിള്ളേരെ കൊണ്ട് രക്ഷയില്ലമാര് കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുമല്ലോ. എവിടെ ചെന്നാലും ഇതുപോലുള്ള പിള്ളേരെ മരത്തട്ടിട്ട് പരിപാടി നിർത്തിയ കൊണ്ടുവരും തോന്നുന്നു. അന്നൊരിക്കൊരു പന്തൽ പണിയുന്നുണ്ടായിരുന്നില്ല. പോകുമ്പോൾ കയറി നോക്കാം.